ഹായ് ഗൈസ്. ഹായ് ഗൈസ്. മറന്നുപോയി. ഒരു മടിയൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാന്ന്, സോറി, ഒരു മടിയൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. എക്സൈറ്റഡ് ഓർ വിശപ്പ്? വിശപ്പാ. കുത്തിക്കൊണ്ടേയിരിക്കും. കുത്തുന്നു. യെസ്, കുത്തിക്കൊണ്ടേ. What happened, Hanu? Hallelujah. ഹനുവിന്റെ സ്കില്ല് പ്രൂവ് ചെയ്യാം. വല്ലാണ്ട് അപ്പുറത്തെ പറമ്പിൽ പോണ്ട. തമിഴ്നാട്ടുകാർ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ തമിഴ്നാട്ടിൽ നിന്ന് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ശല്യം ഇവിടെ. என் உயிர் அவங்க, என் ரத்தம், என் நரம்பு, இது என்னோட ஆட்டை அவங்க தான், புரியுதுங்களா? அவங்களை ஏன் ட்ரோல் பண்றீங்க? அவங்களுக்கு அழகு இல்லையா, அறிவு இல்லையா, இல்ல அவங்களை பார்த்தா உங்களுக்கு எப்படி தெரியுது? உங்களுக்கு നിങ്ങളുടെ നാടിനോട് എനിക്ക് ബഹുമാനമുള്ളൂ. ഇവിടെ അസഭ്യം മാത്രം. അത് നിങ്ങൾക്ക് എന്താന്ന് പറയണേ, എനിക്ക് തമിഴ് അറിയില്ല ബ്രോ. பார்க்க கொஞ்சம் ஏமாத்த பொண்ணு மாதிரி இருந்தா போதுமே, எல்லாம் ட்ரோல் பண்ண ஆரம்பிச்சிருங்களே. അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറയും നിന്റെ മനസ്സ് നന്നാണേ. നമ്മൾ അടുത്തത് പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ജസ്റ്റ് ബേസിക് മസാല ഇട്ട് നിങ്ങൾക്ക് വേണ്ടൊക്കെ ഇടാം. ഞങ്ങൾ കണ്ട പിടിയില ഇട്ടു. ടേസ്റ്റ് ഏതാണ് നല്ലത് അതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എസ്തെറ്റിക്കായിട്ട് നട്ടി വെച്ചേക്ക്. കുക്കാവാൻ നിൽക്കില്ല. ഒരു 80% കുക്കാകുമ്പോൾ ഞങ്ങൾ റൈസ് എടുത്ത് മാറ്റും. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വെക്കും. എന്നിട്ടാണ് ആ തണുത്ത റൈസ് ഇതിൽ വെക്കുമ്പോൾ ഉടഞ്ഞു പോയില്ല അല്ലേ? അതെ, ഉടഞ്ഞു പോകാതിരിക്കാനുള്ള ട്രിക്കാണ്. ഇവിടെ ഐറിന്റെ കുക്കിങ്ങിന് അത് എല്ലാരും ഇന്ററപ്റ്റ് ചെയ്യാണ്. ഞാൻ പണ്ടേ എന്റെ കൊച്ചിനെ അസിസ്റ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളിവിടെ ഒരു നിങ്ങളൊക്കെ പണിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പണിയെടുക്കാത്ത സമയത്ത് അല്ലേ ഞങ്ങൾക്കൊരു കുടുംബകാരം. ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കും അല്ലേ പെറുക്കി തിരുന്നേ. ക്യാരറ്റ് മാത്രം കഴിച്ചു. ഇൻഗ്രീഡിയൻസ് പാതി തീരും ഇങ്ങനെ തിന്നാൻ തുടങ്ങിയാല്. സോ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വാട്ട് വിൽ വി ഡു? ഫ്രൈ ചെയ്യും. നന്നായിട്ട് ഫ്രൈ ചെയ്യിപ്പിക്കാം. പിന്നെ ഈ ഓയിലിൽ തന്നെയല്ലേ നമ്മൾ ബാക്കി വെജീസ് എല്ലാം സോട്ട് ചെയ്യും. ഹലോ, അടുത്ത തമിഴ്നാട് ബിഗ് ബോസിലെ വാട്ടർമെലൻ സ്റ്റാർ കഴിഞ്ഞാ പിന്നെ അടുത്ത പുള്ളിക്ക് കട്ടക്ക് എനിക്ക് ഞാൻ ഇത് 5 പേർക്കുള്ള ക്വാണ്ടിറ്റി അതുകൊണ്ടാണ് ഇത്രയും. നമ്മൾ ഇത് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ നമ്മൾ റിമൂവ് ചെയ്ത് ഫസ്റ്റ് ഗാർലിക് ഇടുവാണേ. അതെ, ചോപ്പ് ചെയ്ത് ഗാർലിക് സോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞങ്ങൾ യൂഷ്വലി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ടപ്പേ പരിപാടി തീർക്കുവേ. ക്യാബേജ് ആഡ് ചെയ്തു. ആൻഡ് വി ഹാവ് ക്യാരറ്റ് ആൻഡ് മഷ്റൂം. വെജീസ് വി ക്യാൻ ആഡ് ലൈക്ക് നമ്മുടെ പ്രിഫറൻസ് പോലെ ആഡ് ചെയ്യാം കേട്ടോ. യെസ്, പ്രിഫറൻസ് പോലെ നമുക്ക്. സോ ഞാൻ പറയില്ല, ബട്ട് യാ, ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് വെജീസ്. സോ ക്യാബേജും ക്യാരറ്റും ആഡ് ചെയ്തു. ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഇട്ടു കഴിഞ്ഞാൽ പുറകെ മഷ്റൂം. യെസ്, മഷ്റൂമിന് വേവ് കുറവായതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. അറിയത്തില്ല, ലൈക്ക് ഒരു ക്രഞ്ചി ഇച്ചിരി സോട്ടേ നല്ലപോലെ കിട്ടുമ്പോൾ ഒന്ന് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കും. വാട്ട് ഈസ് തെക്കു ഡൂയിങ്? അയർലൻഡ് ജീവിതവും പിന്നെ മനോഹരമായ ജീവിതമല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലോ. അതെ, പിന്നെ എനിക്ക് ലക്ക് നമ്മൾ നല്ല വീട് ലൈക്ക് നല്ല ആൾക്കാരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്ക് ഫോക്കസ്. കട്ടി നല്ല ആൾക്കാർ. ഹനുവിനെ പോലുള്ള നല്ല ആൾക്കാരോട് ജീവിക്കാൻ തെക്കുവിന് ഭാഗ്യം കിട്ടിയെന്നാണ് തെക്കു ഹനു തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ വിമൽ കുമാറാണല്ലോ. ബാക്ക് ടു ഐറിൻ.
വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഞാൻ മഷ്റൂം ഇടാൻ മഷ്റൂം ഇടാൻ പോവാം. എസ്തെറ്റിക്കായിട്ട് എടുക്കണോ? എടുത്തോ. യെസ്, നമ്മൾ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒന്നും നടക്കണില്ല. ഇപ്പം നിരത്തി ഇടും. അതെ, ഇതിനകത്തുനിന്ന് എല്ലാം പെറുക്കി തിന്നുന്ന ഹാനു. ഈ പെങ്കൊച്ചിന് ഇത് തന്നെയാ പരിപാടി. പെക്കമ്മല്ലയാ? ഞാൻ തരാം. അത് പെരുമാണം കെട്ടത്. ഡീല് ശരി ബ്രോ. ഷെയർ അബൌട്ട് യുവർ വർക്ക് ഇഫ് യു ഡോണ്ട് മൈൻഡ്. അങ്ങനെ എൻ്റെ വർക്ക് എക്സാക്ട്ലി എന്താ പറയണോ? എക്സാക്ട്ലി എന്താണെന്ന് പറയണ്ട, നീ ജസ്റ്റ് ഇതാന്ന് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പ്രോജക്റ്റ് വർക്കറാണ്. അപ്പോൾ ഒരു 11 hour ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഒരു ക്ലിനിക് ഫെസിലിറ്റിയാണ്. അപ്പം അത് 7 days ഓപ്പൺ ആയതുകൊണ്ട് സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സും വീക്ക് ഡേയ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഷിഫ്റ്റ്. ലൈക്ക് എണ്ണ ഒഴിക്കേണ്ടവർക്ക് വേണം ഇച്ചൂടെ എണ്ണ ഒഴിക്കും കേട്ടോ. ഞങ്ങൾ ഒഴിക്കുന്നില്ല. ലൈക്ക് അത് നന്നായിട്ട് സോട്ടായി കിട്ടാൻ ഇതിൽ ആവശ്യം എണ്ണ ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ലൈക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എന്നെ ഇടും. ലൈക്ക് പെപ്പർ പൗഡർ ഇടും, കുരുമുളക് പൊടി ഇടും, കുറച്ച് സോയ സോസ് ഒഴിക്കും, കുറച്ച് പഞ്ചസാര ഷുഗർ ഇടും ജസ്റ്റ് ടേസ്റ്റിന്. പിന്നെന്താ നമ്മളിടുന്നത്? ചില്ലി സോസ്, സ്വീറ്റ് ചില്ലി സോസോ. നമുക്ക് ചില്ലി സോസ് ഇടും, അതുകൊണ്ട് നമ്മൾ ചില്ലി സോസ് ഇടും. ഓക്കെ, എന്നിട്ട് സോ ഇത് സോട്ടേ വന്നിട്ടുണ്ട്. സോ വിൽ ആഡ് this to into the pan. അതെ, എന്നിട്ട് മിക്സ് ആയി ഇത് വറു കുറച്ച് നേരം ഇടുക. ഇതിലാണ് ഞാനിപ്പം മറ്റേ സോസ് ഒക്കെ ഒഴിക്കാൻ പോകുന്നത് എന്താ പറയുന്നത്. പിന്നെ ഉപ്പിടണം കേട്ടോ, ലൈക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് അതുപോലെ. സ്കോഡ് ഈ ബ്രാൻഡിന്റെ ചില്ലി സോസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ടേസ്റ്റിന് കണക്ക. എരിവ് കുറച്ച് മതിയാണ്, ഞങ്ങൾ കുറച്ചിടും. ഞാൻ കുരുമുളക് നന്നായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അതിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന പോലെ ഇടാം. ആൻഡ് വാട്ട് വിൽ യു ആഡ്? സോയ സോസ്. ഓക്കെ, നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു മണിക്കൂറത്തെ ഇമോഷണൽ സപ്പോർട്ടല്ലേ ഹാനു ഇത് കാണുന്നത്? ജിമ്മ് ചെയ്തതിന്റെ ക്ഷീണമാണ് അല്ലേ അനു? സൂപ്പർ മാനോ അല്ലേ? കാലൊക്കെ നിറച്ച് മസിലാണ്, കാണിക്കാൻ പറ്റില്ല. അയ്യോ, സീരിയസ്ലി ഹാനു ഇത്രയും ഫിറ്റ് ആയിട്ട് ഒരാള്. താങ്ക് യു എൻ്റെ കോച്ച്. ആരും അടിക്കാൻ പറ്റില്ല. And our rice is getting ready. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഡിമാൻഡുള്ള റൈസ്. ടെസ്കോ പോന്നോ? ഇപ്പൊ പോയി ആക്ച്വലി ഇടാം, ഇതിന്റെ മണ്ടയിൽ ഗാർണിഷ് ചെയ്യടാം. നമ്മുടെ ഇല്ല, നടക്കാൻ വയ്യ, ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ഉള്ളത് വെച്ച് ഓണം പക്ഷേ എല്ലാത്തരം വിഷയ ഫുഡ് ഉണ്ടാക്കുമ്പോ തുടങ്ങുന്ന വിഷ വാങ്ങല. അരപ്പുറത്തോറ് അതിൽ തന്നെ പോയി. തെറ്റാണ്, ഇനി തരത്തില്ല. പൊക്കോ. പിന്നെ എന്തായാലും ചില്ലി സോസ് ആണ് ഒഴിച്ചത്. Yes. നല്ല പ്രോൺസ് കുറച്ചിട്ടുള്ള നല്ല ഫ്ലേവർ ഉണ്ട്. കുറച്ച് ലേറ്റ് ആയി പോയി കഴിക്കുന്നതിന് ഇതിൽ ഞങ്ങൾ മറന്നുപോയി വീഡിയോ എടുക്കാൻ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയണല്ല. മേരി ജ്യൂസ് ഒരു കഴിവേറിയാണ്. കഴിവേറിയല്ല, ലൈക്ക് കഴിവ് ഏറിയ വഴി. ഈ ഡിഷ് അവളുടെ ഒരു ഹിറ്റ് ഡിഷാണ്. സോ വി ലവ് ഇറ്റ്. ബൈ ബൈ.